ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാവർക്കും, അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാവർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മുടെ സീരിയൽ ഭാഗവതം ക്ലാസ് നമ്മൾ രണ്ടാമത്തെ അധ്യായം തീർത്തിരിക്കുകയാണ്. അതായത് ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ശ്ലോകയാണ് നമ്മൾ കഴിഞ്ഞ തവണ ബാക്കി നിർത്തിയത്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു. എങ്ങനെയാണ് ഭഗവാൻ കാരണോദകശായി വിഷ്ണു, പിന്നെ ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഇതെല്ലാം വന്നിട്ട് എങ്ങനെയാണ് ഭഗവാൻ വന്നിട്ട് വിസ്തരണം ചെയ്യുന്നത് എന്നൊക്കെ. അടുത്ത ചാപ്റ്ററിന്റെ, അതായത് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പേര് ഭഗവാൻ ആണ് എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് വിളിച്ചു പറയുന്ന ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ലാസ്റ്റ്, അതായത് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ അവസാനം ഒരേ ഒരു ശ്ലോകം മാത്രമാണ് നമ്മൾ ബാക്കി വെച്ചത്. ആ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ശ്ലോകത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അപ്പോൾ സൂതഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ ചോദിച്ചിരുന്നു ഒരു ചോദ്യത്തിൽ, എന്തിനാണ് ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുന്നത് എന്ന്. ആ ലീലാവതാരങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. പുരുഷാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, പിന്നെ ഇങ്ങനെ ഉള്ള അവതാരങ്ങളൊക്കെ ഭഗവാൻ എടുക്കുന്നത് എന്തിനാണ് എന്നാണ് ആ 6 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം. എന്തിനാണ് ഭഗവാൻ അവതരിച്ചത്, ലീലാവതാരങ്ങൾ എന്തൊക്കെ, പുരുഷാവതാരങ്ങൾ എന്തൊക്കെ. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഭഗവാൻ തിരികെ പോയതിനു ശേഷം, ഭഗവാൻ തിരിച്ച് സ്വന്തം ധാമത്തിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തോടൊപ്പം ധർമ്മവും ജ്ഞാനവും എല്ലാം പോകുമല്ലോ. അപ്പോൾ ഈ ധർമ്മവും ജ്ഞാനവും ഒക്കെ ഈ കലിയുഗത്തിൽ ആരിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് ലാസ്റ്റ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം, അതായത് ലീലാവതാരങ്ങൾ, പുരുഷാവതാരങ്ങൾ, ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനാണ് വസുദേവ ദേവകിമാരുടെ പുത്രനായിട്ട് അവതരിച്ചത്, ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ലീലാവതാരങ്ങളെക്കുറിച്ച്, ഗുണാവതാരങ്ങളെക്കുറിച്ച്, മന്വന്തരാവതാരങ്ങളെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് അവതാരങ്ങളെക്കുറിച്ച് എവിടെ പറയും, ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയും. അതിന്റെ മുന്നോടിയായിട്ടാണ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ അവസാനം ഒരു ശ്ലോകം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി गोपीजन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजना जमुना तीर वनचारी जमुना तीर वनचारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरानिताय गौरानिताय जय गौरानिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലെ 34ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. സെക്കൻഡ് ചാപ്റ്റർ 34th. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാവതാരാനുരതോ ദേവ തിര്യന്നരാദിഷു. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാവതാരാനുരതോ ദേവ തിര്യന്നരാദിഷു. എന്താണ് പറയുന്നത്? ഭാവയത്വേന സത്വേന, ഭാവയത്യേഷ സത്വേന, അപ്രകാരം സർവപ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ, ലോകാൻ വൈ ലോകഭാവന, എന്താണ്? സർവപ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ദേവന്മാരും മനുഷ്യരും നീചമൃഗങ്ങളും നിവസിക്കുന്ന അഖില ഗ്രഹങ്ങളും പരിപാലിക്കുന്നു. അവതാര രൂപങ്ങൾ കൈക്കൊള്ളുന്ന ഭഗവാൻ ലീലകളാടി ശുദ്ധ സത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കുന്നു. ഈ ഒരു പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഭഗവാൻ വന്നിട്ട് എല്ലാവരും ചോദിക്കും, മനുഷ്യരുടെ രൂപം മാത്രമാണ് ഭഗവാന് വന്നിട്ട് അവതാരങ്ങൾ എടുക്കുന്നത് എന്ന്. ഇവിടെ അത് എന്ത് ചെയ്യുകയാണ്? ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ആര് പറയുന്നു? സൂത ഗോസ്വാമി പറയുന്നു, ദേവന്മാരുടെ ഇടയിലും മനുഷ്യരുടെ ഇടയിലും മൃഗങ്ങളുടെ ഇടയിലും ഭഗവാൻ അവതരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്തിനാണ് അവതരിക്കുന്നത്? ലീലാ അവതാരങ്ങൾ എന്തിനാണ്? സത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണ് ഇവിടെ? ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ട് വായിച്ചാൽ, അസ്യൂമിങ് ദ റോൾസ് ഓഫ് ഇൻകാർണേഷൻസ് he performs pastimes to reclaim those in the mode of pure goodness. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് പറഞ്ഞത്? നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. ഭഗവാന് ഭൗതിക ലോകത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ആത്മാരാമനാണ്. അദ്ദേഹത്തിന് അസംഖ്യം നിത്യസിദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾ അദ്ദേഹവുമായിട്ട് ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ലോകത്ത്, അതായത് ആധ്യാത്മിക ലോകങ്ങളിൽ അസംഖ്യം ജീവാത്മാക്കൾ അവിടെയുണ്ട്. അവിടെ ചെറിയ ഒരു റെബല്ലിയസ് ആറ്റിറ്റ്യൂഡ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്, ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ വരേണ്ടി വന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഭൗതിക ലോകം ഉണ്ടായിരിക്കുന്നത്. എന്തിന്? നമ്മൾ ഈശ്വരനിൽ നിന്നും അകന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വന്നവരാണ്. അപ്പോൾ ആ പരീക്ഷണശാലയാണ് എന്ത്? ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ജീവൻ അല്ലെങ്കിൽ ശരീരം, ജീവാത്മാവ് ഓൾറെഡി ഉള്ളതാണ്, ഭഗവാന്റെ അംശമാണ്. അതിന് ഇഷ്ടം പോലെ ശരീരം കിട്ടും. എന്തിന്? അതിൽ പ്രവർത്തിച്ചുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുമോ, ഭഗവാനെ മറന്ന് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പരീക്ഷണശാലയാണ് അത്. ബ്രഹ്മാവായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ ഈ മലത്തിലുള്ള ചെറിയ പുഴുവായാലും പലവിധ ശരീരങ്ങളും വന്നിട്ട് നമ്മൾ സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു ആനന്ദം എന്ന് പറയുന്നത് അനുഭവിക്കാൻ പറ്റുന്നതേ ഇല്ല. എല്ലാം, അതായത് ആഹാര, നിദ്ര, ഭയം, മൈഥുനം, ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ ആരാണ്? ഒട്ടും സന്തുഷ്ടരല്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ലമെന്റേഷൻ, അതായത് ദുഃഖം വരും, സുഖം വരും, ഇതെല്ലാം വന്നിട്ട് നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അവസാനം എന്താണ്? അപ്പോൾ നമുക്ക് മനസ്സിലാകും. എപ്പോഴാണോ ഒരു ഭക്തൻ നമ്മളോട് വന്ന് പറയുന്നത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം, അശാശ്വതമാണ്, ഒരു ദിവസം ഉറങ്ങിക്കിടന്നിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോൾ നമ്മളുടെ വീട് നമ്മളുടെ
ചുറ്റിനും, അതായത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരുന്ന വീട് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ജീവനുകളാണ് ഒരു രാത്രി കൊണ്ട് തന്നെ, ശരീരങ്ങളാണ് ഇല്ലാണ്ടായി പോയത് അല്ലേ? എത്ര ശരീരങ്ങളാണ് ഇല്ലാണ്ടായി പോയത്. നശ്വരമായിട്ടുള്ള ഈ ലോകം എന്ന് പറയുന്നത് ഇതാണ്. ആ നശ്വരമായ ലോകത്ത് നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ആസ്വദിക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ ഇന്ദ്രിയാസ്വാദനം ശ്രമിച്ചാലും അതിനൊരു ലിമിറ്റുണ്ട്. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇന്ദ്രിയങ്ങളാണ്. നമുക്ക് അതിനെ എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പൂർണ്ണ ആസ്വാദകനെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഭഗവാനാണ് ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ആരാണ് എല്ലാത്തിൻ്റെയും ഭോക്താവും എല്ലാത്തിൻ്റെയും നിയന്താവും എല്ലാവരുടെയും സുഹൃത്തുമായിരിക്കുന്നത്? ഈശ്വരനാണ്, ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ. ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി, ശാന്തി അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവസാനം ഒരു ഭക്തൻ നമ്മളോട് പറയും, ഭൗതിക ലോകം നശ്വരമാണ്, തിരിച്ച് ഭഗവാന്റെ ലോകത്തിൽ പോയാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഹരേ കൃഷ്ണ മഹാമന്ത്രം, അല്ലെങ്കിൽ നാമം ജപിക്കുക, കലിയുഗ ധർമ്മം. എന്നിട്ട് നമ്മൾക്കൊരു ഭഗവത്ഗീതയോ തരും, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഭാഗവതം സെറ്റ് തരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും എന്താണ് ശരിയാണല്ലോ, ശ്രീല പ്രഭുപാദ് പറയുന്നത് ശരിയാണല്ലോ. എന്താണ് ഇതിന് ഈ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ, നാമം ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ടോക്കണായിട്ടുള്ള ഒരു ആനന്ദം കിട്ടും. ആ ആനന്ദം എന്ന് പറയുന്നത് അത് ആ പ്രോസസ്സ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എത്ര സിൻസിയറായിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യുന്നു അതിനനുസരിച്ച് ആ പ്രോസസ്സ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കും. പതുക്കെ പതുക്കെ നമ്മളുടെ അനർത്ഥങ്ങളെല്ലാം മാറി നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്തിയുടെ സ്റ്റേജസ് ഉണ്ടല്ലോ. എന്താണ്? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, ഇങ്ങനെയുള്ള പടിപടിയായിട്ടുള്ള മുന്നേറലുകൾ നടത്തുമ്പോൾ എവിടെ വരും? നമ്മളുടെ അനർത്ഥങ്ങളെല്ലാം മാറി ശുദ്ധ സത്വത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യും? തിരികെ വിളിക്കാൻ വേണ്ടി വരുന്നത് ആ സമയത്താണ്. കാരണം ആ ലെവലിൽ ഇരുന്ന് മാത്രമേ നമുക്ക് മേലേക്ക് പോകാൻ പറ്റുള്ളൂ, തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക്. നിങ്ങൾക്കറിയാം, ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് എവിടുന്ന് വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അതിന് വിമാനത്താവളത്തിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നേരെ പൊങ്ങി ഉയരാൻ പറ്റുമോ? ഇല്ല. അതിന് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അതിന് റൺവേയിൽ വരണം. അതിനൊരു പ്രത്യേക സ്പീഡ് വേണം. ആ സ്പീഡ് വന്നിട്ടെങ്കിൽ മാത്രമേ അത് മേലേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെയാണ് നമ്മളും. നീചമായിട്ടുള്ള ഗുണങ്ങൾ, അതായത് ജഘന്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? തമോ ഗുണം. ഇനി അതിനും താഴെയുണ്ട് നരാധമന്മാർ. തമോ ഗുണവും പിന്നെ പാഷൻ അല്ലെങ്കിൽ രജോ ഗുണം, ഇത് രണ്ടും വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല? തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നമ്മളെ കേപ്പബിൾ ആക്കിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ സത്വഗുണത്തിലെങ്കിലും നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യമനിയമങ്ങളെല്ലാം പറയുന്നത്. നമ്മുടെ അവബോധത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ യമനിയമങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത്. മാംസാഹാരം വർജിക്കുന്നതും, അതായത് നമ്മളുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ 4 പില്ലേഴ്സാണ്. ആ 4 പില്ലേഴ്സിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ബേസ് ഇല്ലാതെ നമ്മൾ വീട് കെട്ടുന്നത് എങ്ങനെയാണ്? ബേസ് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീട് കെട്ടാൻ പറ്റുകയുള്ളൂ. എന്താണ് നമ്മുടെ ഉദ്ദേശം? നമ്മളുടെ അവബോധത്തെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ക്രൂരതയും മറ്റു കാര്യങ്ങളും, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും അസത്യം പറയുകയും അസാൻമാർഗികമായി പെരുമാറുകയും പിന്നെ ഇൻടോക്സിക്കൻസ് അല്ലെങ്കിൽ ഈ അശുദ്ധമായിട്ടുള്ള വൃത്തികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമ്മളുടെ അവബോധം പൂർണ്ണമാകുക അല്ലെങ്കിൽ ഉയരുക? അത് സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നത് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. 4 യമനിയമങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ് എന്ന്. യമനിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നതാണെന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. അല്ല, യമനിയമങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സത്വഗുണത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവാന്റെ ലീലാവതാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അതുവരെ നമുക്ക് മനസ്സിലാവുകയില്ല. ചിലർ പറയും ബ്രഹ്മമാണ് എല്ലാം. ഈ ലോകത്തില് ഈശ്വരന്റെ രൂപം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഒരു രൂപവുമില്ല, അരൂപിയാണ്. ബ്രഹ്മവാദികൾ അല്ലെങ്കിൽ മായാവാദികൾ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ ഇങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാം മനുഷ്യരാണ്.
അവർ ചെയ്തിരിക്കുന്ന അതിമാനുഷ്യ പ്രവൃത്തികളൊന്നും വെറുതെ വ്യാസദേവൻ വെറുതെ ഭാഗവതത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ അവർ പറയും. എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതാണ്, എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുക? ഭക്ത്യാ മാം അഭിജാനാതി, ഭക്തി കൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ, എന്നെ അതേപോലെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വേറെ ഒന്നുണ്ട്. ഭക്ത്യാ തുഷ്യതി കേവലം എന്ന് പറയുന്നു. ഭക്ത്യാ തുഷ്യതി കേവലം ഭക്തിപ്രിയോ മാധവ. മാധവൻ ഭക്തിപ്രിയനാണ്. ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജ്ഞാനം കൊണ്ടോ ഉപനിഷത്തുക്കൾ വായിച്ചു വേദങ്ങൾ വായിച്ച് എല്ലാം കൊണ്ടും അറിയേണ്ടത് എന്താണെന്ന് ഭഗവാൻ പറയുന്നു. വേദൈശ്ച സർവേർ അഹമേവ വേദ്യ. എല്ലാ വേദങ്ങളിലും വെച്ച് അറിയേണ്ടുന്നത് ഞാനാണ്. ഭക്തി എന്ന് പറയുന്നത് സാധാരണ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഈ തരത്തിലുള്ള ആൾക്കാർ കരുതുന്നത്. വളരെ അപകടമായിട്ടുള്ള അല്ലെങ്കിൽ അബദ്ധമായിട്ടുള്ള ധാരണയാണ്. ഭക്തി ടോപ്പ് മോസ്റ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭക്തി ടോപ്പ് മോസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഭക്തന്മാരുടെ കാര്യം പഠിക്കുന്നത്. ഭക്തി ടോപ്പ് മോസ്റ്റ് ആയതുകൊണ്ടാണ് ഒരുപാട് ഭക്തന്മാരെ കുറിച്ചും അവരുടെ അവർ ലക്ഷ്യത്തിനെത്തിച്ചേർന്നതിനെ കുറിച്ചും നമ്മൾ ഭാഗവതത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ പടിപടിയായിട്ട് നമ്മൾ ഉയരും. ഇവിടെ ആ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്, ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാവതാര അനുരതോ ദേവതിരിയൻ നരാദിഷു. അപ്പോൾ ഈ അവതാരങ്ങൾ വന്നിട്ട് എന്തൊക്കെയാണ് എന്ന് ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം സ്രോതസ് എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ 34-ാമത്തെ ശ്ലോകം ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, എന്തിനാണ് ഭഗവാൻ ഈ അവതാരങ്ങൾ എടുക്കുന്നത്? സത്വഗുണത്തിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? തിരികെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. അവിടെ, അതായത് ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള ധാമത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിയില്ലേ? ട്രെയിലർ എന്ന് പറയില്ലേ? ട്രെയിലർ. അതായത് ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സിനിമയിൽ നടക്കുന്നതിന്റെ ചെറിയൊരു ഭാഗം. അപ്പൊ ഭഗവാൻ വന്നിട്ട് ഈ ഭൂലോകത്തിൽ, അതായത് ഭൗതിക വൃന്ദാവനത്തിൽ കാണിച്ചു തരുന്ന ലീലകളെല്ലാം ശാശ്വതമായിട്ടുള്ള വൃന്ദാവനത്തിൽ നടക്കുന്ന ആ ലീലകളുടെ ഒരു ചെറിയ പതിപ്പാണ്. ആ ചെറിയ പതിപ്പ് കാണുമ്പോഴത്തേനും നമുക്ക് ആ ആഗ്രഹം തോന്നും. നിങ്ങൾ പുറത്തെയുള്ള യാത്രാ വിവരണമൊക്കെ കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീഡിയോസ് വരും. ഏതിൻ്റെ? ഈ ഒരു സ്ഥലത്തിൻ്റെ, അമേരിക്കയിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ കാനഡയിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ വീഡിയോസ് കാണും. അവരുടെ പ്രകൃതി രമണീയമായിട്ടുള്ള അവസ്ഥയും അവിടുത്തെ ഈസ് ഓഫ് ലിവിങ്ങും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും അങ്ങോട്ട് പോകണമെന്ന്. അതേ പരിപാടി തന്നെയാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത്. എന്താണ്? ഗോലോക വൃന്ദാവനത്തിൽ എങ്ങനെയാണ് ആ ഭക്തന്മാരും ഭഗവാനും കൂടി ആനന്ദിക്കുന്നത് എന്ന് ഇവിടെ ഭൗതിക വൃന്ദാവനത്തിൽ വന്നിട്ട് ആര് കാണിച്ചു തരുന്നു? ലീലാവതാരങ്ങൾ എടുത്തുകൊണ്ട് ഭഗവാൻ കാണിച്ചു തരുന്നു. അയോധ്യയിൽ എങ്ങനെയാണ് ഭക്തന്മാരും രാമചന്ദ്രമൂർത്തിയും കൂടി ആനന്ദിക്കുന്നത് എന്ന് ഇവിടത്തെ അയോധ്യയിൽ അദ്ദേഹം അവതരിച്ചുകൊണ്ട് കാണിച്ചു തരുന്നു. അങ്ങനെ കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ ആ ഒരു അവതാരത്തോട് അല്ലെങ്കിൽ ആ ഭഗവാനോട് നമുക്ക് എന്തുണ്ടാകും? അദ്ദേഹത്തിന്റെ ലോകത്തിൽ നടക്കുന്നതിനോട് നമുക്ക് ആഭിമുഖ്യം ഉണ്ടാകും. അങ്ങനെ അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിൻസിയർ ആയിട്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യും. ഇതാണ് ഭക്തി കൊണ്ട് മാത്രമേ ഇത് മനസ്സിലാകൂ. ഇത് ജ്ഞാനം കൊണ്ട് മനസ്സിലാവുകയില്ല. ഇത് ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു കഴിവ് കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആരുടെ സഹായം വേണം? ഭഗവാന്റെയും ഭക്തന്മാരുടെയും ഗുരുവിന്റെ കാരുണ്യം വേണം. എന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാകുകയുള്ളൂ. അതാണ് ഭക്തിയോഗത്തിന്റെ പ്രത്യേകത. ഭക്തിയോഗം എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ള ആൾക്കാർക്കുള്ളതല്ല. അത് ആർക്കുള്ളതാണ്? സിൻസിയർ ആയിട്ട് ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, ഗുരുവിന് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള വ്യക്തികൾക്കുള്ളതാണ്. സ്വന്തം ഈഗോ, അഹങ്കാരം കളഞ്ഞിട്ട് ഒരു പരിശുദ്ധ ഭക്തന് പറയുന്നതിനനുസരിച്ച് സ്വന്തം ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്കുള്ളതാണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ചാപ്റ്റർ 3. കൃഷ്ണ ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ഇൻകാർണേഷൻ. കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ്. ശ്ലോകം 1. സൂത ഉവാച ജഗൃഹേ പുരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശ കലം ആദൗ ലോകസിസൃക്ഷയാ. സൂത ഉവാച ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശ കലം
ആദൗ ലോകസ്യ സൃക്ഷയാ. എന്താണ് പറയുന്നത്? സൂത ഗോസ്വാമി പറയുന്നു. എന്തിനെ കുറിച്ച് പറയുന്നു? അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. എന്താണ് പറയുന്നത്? അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദ് ആദിഭിഃ സംഭൂതം ഷോഡശകലം ആദൗ ലോകസിസൃക്ഷയ. എന്താണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്? സൂത മഹർഷി അരുളി ചെയ്തു, സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ ആദ്യം വിശ്വരൂപമായ പുരുഷ അവതാരത്തിൽ സ്വയം വിസ്തരിച്ചു. അനന്തരം ഭൗതിക സൃഷ്ടിക്ക് ആവശ്യമായ സമസ്ത ഘടക പദാർത്ഥങ്ങളെയും ആവിഷ്കരിച്ചു. അപ്രകാരം പ്രാഥമികമായി ഭൗതിക പ്രവൃത്തിയുടെ 16 തത്വങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷം ദിസ് വാസ് ഫോർ ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് മെറ്റീരിയൽ യൂണിവേഴ്സ്. ഇത് പ്രപഞ്ച സൃഷ്ടിക്കായാണ് ഇപ്രകാരം അദ്ദേഹം പ്രവർത്തിച്ചത്. അതെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് തന്നെയാണ് കേട്ടത്. എന്താണ് കേട്ടത്? കാരണ ഉദകശായി വിഷ്ണു, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ, 3 തരത്തിലുള്ള പുരുഷാവതാരങ്ങൾ. ഇതൊരു റിമൈൻഡർ ക്ലാസ് ആണ്, അതായത് നേരത്തെ പഠിച്ച ക്ലാസ്സിന്റെ ഒരു ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് ഇപ്പൊ 3 പുരുഷാവതാരങ്ങളെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ആരാണ്? കാരണ ഉദകശായി വിഷ്ണു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്നും അസംഖ്യം പ്രപഞ്ചങ്ങൾ വന്നിട്ട് അദ്ദേഹം ശ്വാസ ഉച്ഛ്വാസം ചെയ്യുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ എല്ലാ സൃഷ്ടികളുടെയും ഒരു ചെറിയ അംശമാണ്. ഏകാംശേന സ്ഥിതോ ജഗസ്. 1/4 ആണ്. ബാക്കി 3/4 എന്താണ്? ആധ്യാത്മിക പ്രപഞ്ചങ്ങളാണ്. അനേകം വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അവിടെയെല്ലാം അനേകം ജീവാത്മാക്കളുണ്ട്. അവർക്കൊന്നും ഇവിടെ ഈ 1/4 വരേണ്ട ആവശ്യമില്ല. നിത്യ സിദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഈ 1/4 ആരാണ് വരുന്നത്? റിബല്യസ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ജീവാത്മാക്കൾ. എന്തിന്? നമ്മൾക്കും ആനന്ദിക്കണം, ഭഗവാനിൽ നിന്നും വേർപെട്ട് ആനന്ദിക്കണം എന്നുള്ള ചിന്ത വന്നതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് കാരണോദകശായി വിഷ്ണു തൻ്റെ സൃഷ്ടി നടത്തുന്നത്. എന്ത് സൃഷ്ടി? അനേകം യൂണിവേഴ്സസ് അല്ലെങ്കിൽ പ്രപഞ്ചങ്ങൾ. അതില് ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ അണ്ടർ കൺട്രോളിലാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാണ്ഡത്തിൽ ഈ ഭഗവാൻ തന്നെ 2ാമത്തെ പുരുഷാവതാരം എടുക്കും. ഗർഭ ഉദകശായി വിഷ്ണു. ഗർഭ എന്ന് പറയുന്ന ആ ഓഷ്യൻ അല്ലെങ്കിൽ ആ സമുദ്രത്തിലാണ് അദ്ദേഹം ശയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ നാഭിയിൽ നിന്നുമാണ് ആദ്യത്തെ ജീവാത്മാവായിട്ടുള്ള ബ്രഹ്മദേവൻ വരുന്നത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പൊ 2ാമത്തെ വിഷ്ണു, അതായത് ഗർഭ ഉദകശായി വിഷ്ണു, അദ്ദേഹത്തിന്റെ നാഭി പത്മം പങ്കജനാഭ അല്ലേ? പങ്കജനാഭ എന്ന് പറയും നമ്മൾ. പത്മനാഭ എന്ന് പറയും. കാരണം നാഭിയിൽ നിന്നുള്ള പത്മം വരുന്ന ആ ഒരു ഗർഭോദകശായി വിഷ്ണു. അപ്പൊ ഗർഭോദകശായി വിഷ്ണുവിന്റെ ആദ്യത്തെ പുത്രൻ, അദ്ദേഹത്തിന് ലക്ഷ്മി ദേവിയുടെ പോലും സഹായം ആവശ്യമില്ല. ബ്രഹ്മദേവൻ വന്നിട്ട് ആദ്യത്തെ ജീവാത്മാവ് അദ്ദേഹമാണ്. ഈ 14 ലോകങ്ങളുടെയും കൺട്രോളർ, സെക്കൻഡറി ക്രിയേറ്റർ എന്ന് പറയും. എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ബ്രഹ്മദേവനാണ് ഈ ജീവാത്മാക്കൾക്ക് എല്ലാം ആവശ്യമായ തരത്തിലുള്ള അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള എന്ത് കൊടുക്കുന്നത്? ശരീരങ്ങൾ കൊടുക്കുന്നത്. സോ ഹി ഈസ് നോൺ ആസ് സെക്കൻഡറി ക്രിയേറ്റർ. അല്ലെങ്കിൽ 2ാമത്തെ സർഗം ആദ്യത്തേത്, വിസർഗം 2ാമത്തേത്. ബ്രഹ്മാവ് ചെയ്യുന്നതാണ് വിസർഗം. സർഗം എന്ന് പറയുന്നത് ഭഗവാൻ ചെയ്യുന്നത്, പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക പദാർത്ഥത്തിനെയാണ് നമ്മൾ മഹത്തത്വം എന്ന് പറയുന്നത്. മഹത്തത്വം അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയുന്നത്. ഈ പേരുകളെല്ലാം നിങ്ങൾ ഇനിയും പല പ്രാവശ്യം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ പഠിച്ചുകൊള്ളും, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലായിക്കൊള്ളും. എന്നാലും ഇപ്പോൾ ഒന്നും കൂടി പറയാം. എന്താണ്? ഈ ഭൗതിക ലോകം ഉണ്ടാവാനുള്ള അസംസ്കൃത വസ്തുവിനെയാണ്, പദാർത്ഥത്തിനെയാണ് എന്ത് പറയുന്നത്? മഹത്തത്വം അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയുന്നത്. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ 24 മൂലകങ്ങൾ എന്ന് പറയും.
ഈ എന്താണ് പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, മിഥ്യാഹങ്കാരം എന്ന് പറയുന്ന എല്ലാ തരത്തിലുമുള്ള ആ ഭൗതിക വസ്തുക്കളും വന്നിട്ട് ഈ മഹത്തത്വത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് അത് 3-ാമത്തെ ക്യാൻറ്റോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാൻ വന്നിട്ട് ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. എങ്ങനെ സൃഷ്ടിക്കുന്നു? മഹത്തത്വത്തിൽ നിന്നും ഈ ഭൗതിക മൂലകങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ നമ്മൾക്ക് എന്ത് തരുന്നു? സെക്കൻഡറി ക്രിയേഷൻ. അതായത് ഈ ഒരു ഭൗതിക ലോകത്തിൽ ആവശ്യമായ നമ്മൾക്ക് എന്താണോ ആഗ്രഹം അതിനനുസരിച്ചുള്ള ജീവൻ, അതായത് ജീവനല്ല, ശരീരം. സ്ത്രീയുടെ ശരീരം, പുരുഷന്റെ ശരീരം, പുഴുവിന്റെ, പാറ്റയുടെ, പല്ലിയുടെ, പാമ്പിന്റെ, പിന്നെ എന്താണ്, മരത്തിന്റെ, ഇലകളുടെ, ചെടികൊടികളുടെ എല്ലാവരുടെയും ശരീരം. എത്ര 84 ലക്ഷം ജീവി വിഭാഗങ്ങളുള്ള ശരീരം. ഈ ശരീരം മാത്രമേ ബ്രഹ്മാവ് തരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഭഗവാൻ ഓൾറെഡി ഉണ്ടാക്കിയതാണ്. അതായത് നമ്മളെല്ലാം ഭഗവാനിൽ നിന്നും വന്ന അംശങ്ങളാണ്. ശരീരം മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ ശാശ്വതം എന്ന് പറയുന്നത്. എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നു? ന ഹന്യത്തെ ഹന്യമാനേ ശരീരെ. ശരീരം ഹനിച്ചാലും നമ്മൾ ഹനിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ. ആത്മാവ് എന്താണ്? ജീവാത്മാവ് എന്ന് പറയുന്നത് അനശ്വരനാണ്, നാശമില്ലാത്തതാണ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ആദ്യത്തെ കാരണോദകശായി വിഷ്ണുവിനെ നിങ്ങൾ പരിചയപ്പെട്ടു. ഗർഭോദകശായി വിഷ്ണുവിനെ നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി അടുത്ത വിഷ്ണുവാണ് ക്ഷീരോദകശായി വിഷ്ണു. അതായത് നമ്മളുടെ എല്ലാം ശരീരത്തിലും ഭഗവാന്റെ അടുത്ത പുരുഷാവതാരം, അതായത് ക്ഷീരോദകശായി വിഷ്ണു, പരമാത്മാവ്. അദ്ദേഹം വന്നിട്ട് നമ്മൾ ഓരോ ജീവാത്മാവിൻ്റെയും കൂടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ വിട്ടിട്ട് പോയി നശിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, നിന്നോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന ഒരാളല്ല ഭഗവാൻ. സുഹൃത്താണ്, ഹൃദയത്തിൽ സ്ഥിതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഓരോ ജീവാത്മാവിൻ്റെയും കൂടെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. പരമാത്മാവ്, 3-ാമത്തെ വിഷ്ണു, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? മഹത് സംഭൂതം ഷോഡശകാലം ആദൗ ലോക ശുശ്രൂഷയ, ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, മട്ടീരിയൽ യൂണിവേഴ്സിന് വേണ്ടി. 2-ാമത്തെ ശ്ലോകം, സെക്കൻഡ് ശ്ലോക 1:3-2. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതൻവതഃ നാഭീഹൃദാംബുജാദാസീത് ബ്രഹ്മ വിശ്വസൃജാംപതി. നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടത്? പുരുഷാവതാരത്തിന്റെ ഒരു ഭാഗം പ്രപഞ്ചസാഗരത്തിൽ ശയിക്കുന്നു. കാരണോദകശായി വിഷ്ണു കഴിഞ്ഞിട്ട് ഉള്ള വിഷ്ണുവിനെയാണ് എന്ത് പറയുന്നത്? ഗർഭോദകശായി എന്ന് പറയുന്നത്. പുരുഷാവതാര ശരീരത്തിന്റെ നാഭീ സരസിൽ നിന്നും ഒരു താമരത്തണ്ട് വരികയും ആ തണ്ടിന്റെ അഗ്രത്ത് വിടർന്ന ദിവ്യമായ താമരപ്പൂവിൽ സർവശക്തികളുടെയും അധിപനായ വിശ്വസൃഷ്ടാവായ പത്മസംഭവൻ, അംഭോജസംഭവൻ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത് 2-ാമത്തെ പുരുഷാവതാരത്തിന്റെ കാര്യം. ആദ്യത്തെ പുരുഷാവതാരം കാരണോദകശായി വിഷ്ണു, 2-ാമത്തെ പുരുഷാവതാരം ഗർഭോദകശായി വിഷ്ണു. അടുത്തത് യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തരഃ തദ് വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തരഃ തദ് വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. എന്താണ്? വിശാലവും ബൃഹത്തുമായ പുരുഷ സ്വരൂപത്തിൽ സർവപ്രപഞ്ച ഗ്രഹവ്യൂഹങ്ങളും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ സൃഷ്ടിതമായ ഭൗതിക ഘടകങ്ങളെ ആശ്രയിക്കാതെ അദ്ദേഹത്തിന് നിലനിൽക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഭഗവാൻ വന്നിട്ട് ഈ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുന്നു, അതിൽ ഉൾപോകുന്നു എങ്കിലും അദ്ദേഹം ഭൗതിക ലോകത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്നില്ല എന്നാണ് ഇവിടെ സൂതഗോസ്വാമി പറയുന്നത്. എന്താണ്? തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വം ഊർജിതം. വിശുദ്ധ സത്വം എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തിൽ
അതിനും അതീതമായിട്ടുള്ളത്, അതിന് അകത്ത് അല്ലെങ്കിൽ ഭഗവാൻ എല്ലായിടത്തും ഉൾപോകുന്നു എങ്കിലും അദ്ദേഹം ഇതുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, മിക്സ് ചെയ്ത് ഇതിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നില്ല. സത്വഗുണത്തിന്റെയോ രജോ ഗുണത്തിന്റെയോ തമോ ഗുണത്തിന്റെയോ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹം വിശുദ്ധ സത്വം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് മുക്തിപ്രദാത്ത സർവേഷാം വിഷ്ണു രേവന സംശയ എന്ന് പറയുന്നത്. കാരണം ഈ ബ്രഹ്മദേവൻ ആദിയായ എല്ലാ ദേവന്മാരും ഭൗതിക ലോകത്തിലായതുകൊണ്ട് തന്നെ അവർ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഒരു ജീവാത്മാവിനെ ഇവിടെ നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം എന്താണ്, അവർ സ്വയമേ ഇതിന്റെ അടിയിലാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുക? അതുകൊണ്ടാണ് മുക്തിപ്രദാത സർവേഷാം വിഷ്ണു രേവ ന സംശയ. വിഷ്ണുവിന് മാത്രമേ ആധ്യാത്മിക ലോകങ്ങളിൽ വന്നിട്ട് നമ്മളെ തിരികെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. ബാക്കി എല്ലാം എന്താണ്, ഭൗതിക ലോകത്തിൽ തന്നെയാണ്. അപ്പോ എന്താണ്, വിശുദ്ധം സത്വമാണ് അദ്ദേഹം. അതായത് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഭൗതിക ഘടകങ്ങളെ ആശ്രയിക്കാതെ തന്നെ അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവാൻ വന്നിട്ട് വിശുദ്ധ സത്വമാണ്, വൈശിഷ്ട്യം, ഭഗവാന്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് അതാണ് എന്ന് ഇവിടെ പറയുന്നത്. നാലാമത്തെ ശ്ലോകം. പശ്യന്ത്യദോ രൂപം അഭദ്രചക്ഷുഷാ സഹസ്രപാദോരു ഭുജാനനാദ്ഭുതം സഹസ്രമൂർധാ ശ്രവണാക്ഷിനാസികം സഹസ്രമൗലി അംബരകുണ്ടലോലസാത്. ഇത് അനുഷ്ടുപ് ഛന്ദസ് അല്ല, കുറച്ചും കൂടെ നീണ്ട ഒരു ഛന്ദസ്സാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വായിക്കുന്നത്. പശ്യന്ത്യദോ രൂപം അഭദ്രചക്ഷുഷാ സഹസ്രപാദോരു ഭുജാനനാദ്ഭുതം സഹസ്രമൂർധാ ശ്രവണാക്ഷിനാസികം സഹസ്രമൗലി അംബരകുണ്ടലോലസാത്. എന്താണ് പറയുന്നത്? ഭക്തന്മാർ പൂർണതയുള്ള കുറ്റമറ്റ നേത്രങ്ങളാൽ സഹസ്ര ഊരുക്കളും പാദങ്ങളും ഹസ്തങ്ങളും വദനങ്ങളുമുള്ള സർവാതിശയവും അസാധാരണവുമായ മലയാളം അസാധാരണമായ പുരുഷാവതാരത്തിന്റെ അതീന്ദ്രിയ രൂപം ദർശിക്കുന്ന ആ സാമാന്യാതീത രൂപത്തിൽ സഹസ്ര ശിരസുകളും കർണങ്ങളും നേത്രങ്ങളും നാസികകളും ഉണ്ട്. അവയെല്ലാം സഹസ്ര കിരീടങ്ങളാലും തേജസ്സുറ്റ കുണ്ടലങ്ങളാലും പൂമാലകളാലും സമ്പൂജ്യമായി അലങ്കരിച്ചിരിക്കുന്നു. ഇത് ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് പ്രഭുപാദ് പറയുന്നു ഇതിൻ്റെ അകത്ത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ശ്ലോകം, അതായത് പശ്യന്തി അധോരൂപം അഭദ്രചക്ഷുഷ. ഈ ഒരു പദത്തിനാണ് നമ്മൾക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്താണ് അഭദ്രചക്ഷുഷ? എന്താണ് അതിന്റെ അർത്ഥം? കുറ്റമറ്റ നേത്രങ്ങളാൽ. നമ്മളുടെ നേത്രങ്ങൾ എങ്ങനെയാണ്? മാംസചക്ഷു, അതായത് മാംസം കൊണ്ടുള്ള ചക്ഷു. ഇതുകൊണ്ട് എന്ത് കാണാൻ പറ്റും? ഭൗതികം മാത്രം കാണാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്? ബ്രഹ്മസംഹിത പറയുന്നു, പ്രേമാഞ്ജന ഛുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമ സുന്ദരമചിന്ത്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. എന്താണ്? ഒരു ഓയിൻമെന്റ് ഉണ്ട്. എന്ത് ഓയിൻമെന്റ്? പ്രേമാഞ്ജനം. എന്താണ്? ആ കണ്ണ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എന്ത് എഴുതണം? പ്രേമാഞ്ജനം എഴുതണം. എന്താണ്? ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്തത്? നമ്മൾ ഇതുവരെ ഭക്തിയുത സേവനം ചെയ്യാത്തത് കൊണ്ട്. ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? നോക്കൂ, ഇവിടെ പറയുന്നത് എന്താണ്? അഭദ്രചക്ഷുഷ പശ്യന്തി. ആ രൂപത്തെ കാണണമെന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണുകൾ എന്തായിരിക്കണം? അഭദ്രചക്ഷുഷ ആയിരിക്കണം. മാംസചക്ഷുവിനെ മാറ്റി എന്ത് ചെയ്യണം? ദിവ്യചക്ഷു. നമുക്ക് കണ്ണ് മാറ്റി വേറെ ഒരു കണ്ണ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കണ്ണിനെ തന്നെ നമുക്ക് ദിവ്യചക്ഷു ആക്കി മാറ്റാം. നിങ്ങൾ കേട്ടിട്ടുണ്ട്? എവിടെയാണ്?
14-ാമത്തെ ചാപ്റ്റർ അല്ലേ, അവിടെ 13-ാമത്തെയും 14-ാമത്തെയും ചാപ്റ്ററിൽ ഭഗവാൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നു, അർജുന, നിനക്ക് എൻ്റെ വിശ്വരൂപം ദർശിക്കണമെന്ന ആഗ്രഹമുണ്ട്, നീ ആ രൂപം ദർശിച്ചോളൂ. പക്ഷേ നിന്റെ മാംസചക്ഷു കൊണ്ട് അത് നിനക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല, നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് തരാം. അർജുനന്റെ ആ കണ്ണ് ഭഗവാൻ എടുത്തു മാറ്റിയിട്ട് വേറെ കണ്ണ് ഫിറ്റ് ചെയ്ത് കൊടുത്തോ? ഇല്ല. കാരണം അങ്ങനെ ഒരു കണ്ണ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ കാണാൻ പറ്റില്ല. എന്ത് കണ്ണാണ് പിന്നെ ഭഗവാൻ കൊടുത്തത്? ഭഗവാനെ മനസ്സിലാക്കാനുള്ള ജ്ഞാനമാണ് കൊടുത്തത്. ഈ ജ്ഞാനമാണ് നമ്മളോടും ഭഗവാൻ ആർജിക്കാൻ വേണ്ടി പറയുന്നത്. എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രേമാഞ്ജനം എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇതേപോലെയുള്ള ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിച്ചും അദ്ദേഹത്തെ, അതായത് ഭഗവാനെ മനസ്സിലാക്കിയ ആചാര്യന്മാരിൽ നിന്ന് കേട്ടും അവരിൽ നിന്നും മനസ്സിലാക്കിയും ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമ്മളുടെ ചക്ഷുസ് എന്തായി മാറും? മാംസ ചക്ഷുസ് എന്തായി മാറും? അത് തന്നെ, ദിവ്യ ചക്ഷുസായിട്ട് മാറും, അഭദ്ര ചക്ഷുസായിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഭഗവാന്റെ രൂപത്തെ കാണാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഫോർത്ത് പോയിന്റ് എന്താണ്? ഫോർത്ത് ശ്ലോകത്തിലെ പോയിന്റ് എന്താണ്? പശ്യന്തി അതോ രൂപം അഭദ്ര ചക്ഷുഷ. അഭദ്ര ചക്ഷുഷ എന്താണ് കാണാൻ പോകുന്നത്? അങ്ങനെ ഭഗവാന് പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്. പുരുഷ രൂപങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? കാരണോദകശായി, ഗർഭോദകശായി, ക്ഷീരോദകശായി വിഷ്ണു. ഈ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണ് എന്തായിരിക്കണം? അഭദ്ര ചക്ഷുഷ ആയിരിക്കണം. അടുത്ത ശ്ലോകം, 5-ാമത്തെ ശ്ലോകം. ഏതാന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാംശാംശേന സൃജ്യന്തെ ദേവതിര്യന്നരാദയഃ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. എന്താണ്? ഏതാന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാംശാംശേന സൃജ്യന്തെ ദേവതിര്യന്നരാദയഃ. എന്താണ്? ഏതാൻ നാനാ അവതാരാണാം, പ്രപഞ്ചത്തിലെ ബഹുവിധ അവതാരങ്ങളുടെ നിധാനം എന്താണ്? അതിൻ്റെ ഉറവിടം, നിധാനവും ബീജം അതിൻ്റെ ബീജവും ഉത്ഭവ കേന്ദ്രവും, അവ്യയം ആരാണ്? ഭഗവാൻ. ഈ രൂപം തന്നെയാണ്. ആര്? ഭഗവാന്റെ രൂപം തന്നെയാണ്. യസ്യ അംശ അംശേന സൃജ്യന്തെ. എന്താണ്? ഈ രൂപത്തിന്റെ പൂർണ്ണ അംശങ്ങളിൽ നിന്നും, പൂർണ്ണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും ദേവന്മാർ, മനുഷ്യർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ രൂപം കൊണ്ടു. യസ്യ അംശ അംശേന സൃജ്യന്തെ ദേവതിര്യൻ നരാദയഃ. സോ ഇത് നമുക്ക് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ദിസ് ഫോം ഈസ് ദ സോഴ്സ് ആൻഡ് indestructible seed of multifarious incarnations within the universe. From the particles and portions of this form, different living entities like demigods, men and others are created. ഏത് ഫോമിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്? സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് പുരുഷ, അതായത് ഗർഭോദകശായി വിഷ്ണുവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിൽ നിന്നുമാണ് ആ പ്രപഞ്ചത്തില് 14 ലോകങ്ങൾ, ഈ 14 ലോകങ്ങളെന്ന് പറയും. ബ്രഹ്മദേവന്റെ വന്ന് കണ്ടൂറിലിരിക്കുന്ന ഈ 14 ലോകങ്ങളിലും എത്രയധികം ജീവാത്മാക്കളുണ്ടോ ആ ജീവാത്മാക്കളുടെ എല്ലാം ശരീരം എന്ന് പറയുന്നത് ഈ ഗർഭോദകശായി വിഷ്ണുവിൻ്റെ അതാണ്. ഭഗവാനാണ് അതിൻ്റെ എല്ലാം സോഴ്സ്, ഈ ജീവാത്മാക്കളുടെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രം ദ പാർട്ടിക്കിൾസ് ആൻഡ് പോർഷൻസ് ഓഫ് ദിസ് ഫോം ഡിഫറെൻറ്റ് ലിവിങ് എൻറ്റിറ്റീസ് ലൈക്ക് ഡെമിഗോഡ്സ്, മെൻ ആൻഡ് അതേഴ്സ് ആർ ക്രിയേറ്റഡ്. അപ്പോൾ നമ്മളിപ്പോൾ 2-ാമത്തെ പുരുഷാവതാരം കണ്ടു അല്ലെ, ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ച് കണ്ടു. ഇനി 3-ാമത്തെ പുരുഷാവതാരം അല്ല ഈ 5th മുതൽ ഈ 3 പുരുഷാവതാരത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഈ 5th മുതൽ ആദ്യത്തെ 1 മുതൽ 5 വരെ സൂത ഗോസ്വാമി പറയുന്നത്. ഇനി 6 മുതലുള്ള ശ്ലോകങ്ങൾ ഈ ചാപ്റ്ററിൽ ഭഗവാനാണ് എല്ലാ അവതാരങ്ങളുടെയും ഒറിജിൻ എന്ന് പറയും. അപ്പൊ ഈ 6 മുതലുള്ള ശ്ലോകങ്ങൾ വന്നിട്ട് 27 വരെ ഭഗവാന്റെ വിവിധ അവതാരങ്ങളുടെ പേരുകളാണ് സുഖദേവ ഗോസ്വാമി പറയുന്നത്, സൂത ഗോസ്വാമി പറയുന്നത്. വിവിധ അവതാരങ്ങൾ, അതായത് ഭഗവാന്റെ ലീലാവതാരങ്ങൾ ഏതൊക്കെയാണ്, പുരുഷാവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഇപ്പൊ നേരത്തെ പുരുഷാവതാരങ്ങൾ ഏതൊക്കെയാണെന്നതിന്റെ ഉത്തരം പറഞ്ഞു.
ഇനി ലീലാവതാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാൻ പോവുകയാണ്. ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള അവതാരങ്ങൾ ഉള്ളതിൽ ഈ ഒരു 6 മുതലുള്ള 27ാമത്തെ ശ്ലോകം വരെ ഉള്ളത് പല ടൈപ്പ് ഓഫ് ഇൻകാർണേഷൻസിനെ കുറിച്ചാണ് ഇനി ആര് പറയാൻ പോകുന്നത്? സൂത ഗോസ്വാമി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് അതെന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് പുരുഷാവതാരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണോദകശായി, ഗർഭോദകശായി, ക്ഷീരോദകശായി 3 പുരുഷാവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ലീലാ അവതാര. ലീല എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ടൈം, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ലീലകൾ വന്നിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ വന്നിട്ട് അവതരിക്കുന്നതിനെയാണ് ലീല അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് വരാഹമൂർത്തി, എന്ത് ലീല നിങ്ങൾക്കറിയാം. ഹിരണ്യാക്ഷനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭൂമിദേവിയെ ആ ഒരു കാരണ ഉദകത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരാഹമൂർത്തി വരുന്നത്. പിന്നെ ആരാണ്? മത്സ്യ. സത്യവ്രത മനുവിന്റെ കാലത്ത് ആ പ്രളയത്തിൽ വന്നിട്ട് എന്തിനാണ്? മത്സ്യ അവതാരം എടുത്തിട്ടുണ്ട്. മോഹിനി മൂർത്തി എന്തിനാണ് വന്നത്? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അവതാരങ്ങളെയാണ് ലീല അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഗുണ അവതാരങ്ങൾ നമ്മൾ നേരത്തെ കേട്ടു. 3 ഗുണത്തിന്റെ അധിപന്മാരായിട്ട് ഭഗവാൻ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. സത്വഗുണത്തിന്റെ അധിപനായിട്ട് മഹാവിഷ്ണു, തമോ ഗുണത്തിന്റെ അധിപനായിട്ട് മഹാദേവൻ, പിന്നെ രജോ ഗുണത്തിന്റെ അധിപനായിട്ട് ബ്രഹ്മദേവൻ. ഇവർ 3 പേരും വന്നിട്ട് ഗുണ അവതാരങ്ങൾ എന്നറിയപ്പെടും. ഇനി 4ാമത്തേത് മന്വന്തര അവതാരങ്ങൾ. മന്വന്തര അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ മനു എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ ചതുർയുഗത്തില് 14 മനുക്കളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ മനു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ വന്നിട്ട് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്? അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ എന്താണ് ചക്രവർത്തി എന്നൊക്കെ പറയുന്ന ഒരു പൊസിഷനാണ് മനുവിനുള്ളത്. മനുവിൽ നിന്നുമാണ് ഈ മനുഷ്യരുടെ ബാക്കിയുള്ള ശൃംഖലകളെല്ലാം വരുന്നത് എന്നാണ് പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ഈ മനു എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ ആയുസ്സിൽ വന്നിട്ട് ഒരുപാട് മനുക്കളുണ്ട്. ബ്രഹ്മദേവന്റെ ചതുർയുഗം, അതായത് 1000 വർഷം ഇൻറ്റു 4 യുഗം, 1000 ഇൻറ്റു 4 യുഗത്തിനെയാണ് ചതുർയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുഗത്തിൽ 14 മനുക്കളുണ്ട്. അവരിൽ ഓരോ മനുക്കളുടെ ഭരണം വരുന്ന സമയത്തും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാലം വരുന്ന സമയത്തും ഭഗവാൻ മന്വന്തരാവതാരങ്ങൾ എടുക്കും എന്ന് പറയും. ഇനി യുഗാവതാരം. ഓരോ യുഗങ്ങളിലും ഭഗവാൻ വന്നിട്ട് അവതരിക്കുന്നതിനെയാണ് യുഗാവതാരം എന്ന് പറയുന്നത്. സത്യയുഗത്തില്, ത്രേതായുഗത്തില്, ദ്വാപരയുഗത്തില്, കലിയുഗത്തില് അവതരിക്കുന്നതിന്. ഇനി ശക്ത്യാവേശ അവതാരം 6ാമത്തേത്. ശക്ത്യാവേശ അവതാരം എന്ന് പറയുന്നത് ഭഗവാൻ സ്വയമേ വരണമെന്നില്ല. ഏതെങ്കിലും ഒരു ജീവാത്മാവിന് ഭഗവാൻ വന്നിട്ട് തൻ്റെ ശക്തി പ്രദാനം ചെയ്യും. അതിനാണ് ശക്ത്യ ആവേശ എന്ന് പറയുന്നത്. ശക്ത്യാവേശ ഭഗവാൻ അല്ലെങ്കിൽ ശക്ത്യാവേശ അവതാരം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പരശുരാമൻ എന്താണ്? ദുഷ്ടദമന ശക്തിയുടെ ആവിർഭാവമാണ് പരശുരാമൻ എന്ന് പറയുന്നത്. ജ്ഞാനശക്തിയുടെ അവതാരമാണ് കുമാരന്മാർ, സനത് കുമാരന്മാർ എന്ന് പറയുന്നത്. ഭൂധാരണ ശക്തി, അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് അനന്തദേവൻ അല്ലെങ്കിൽ ശേഷനാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് എന്താണ്? ശക്ത്യാവേശ അവതാരമാണ്. ഭഗവാൻ സ്വയം വന്നിട്ട് വരണമെന്നില്ല. ഏതെങ്കിലും ഒരു ജീവാത്മാവിന് അല്ലെങ്കിൽ സ്വയം ജീവാത്മാവ് ആരുമില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ സ്വയം വന്നിട്ട് ഈ അവതാരങ്ങൾ എടുക്കുകയും ചെയ്യും. ശക്ത്യാവേശ അവതാരങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ തരത്തിലുള്ള അവതാരങ്ങൾ, അത് എത്ര തരത്തിലുള്ള അവതാരങ്ങൾ നിങ്ങൾ കേട്ടു? 6 തരത്തിലുള്ള അവതാരങ്ങൾ. ഒന്നും കൂടി പറയാം. പുരുഷാവതാരം, ലീലാ അവതാരം, ഗുണ അവതാരം, മന്വന്തര അവതാരം, യുഗ അവതാരം, ശക്ത്യാവേശ അവതാരം. ഇങ്ങനെ 6 തരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ച് ഇതിൽ പലരും പല ക്ലാസിഫിക്കേഷനും ഉണ്ടെങ്കിലും സൂത ഗോസ്വാമി വിവരിക്കാൻ പോകുന്നത് ഇതെല്ലാം ഒരുമിച്ചാണ്. പലതരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ച് സൂത ഗോസ്വാമി പലതരത്തിലുള്ള ഈ ക്ലാസിഫിക്കേഷൻ, അതായത് യുഗാവതാരം, ലീലാവതാരം, പുരുഷാവതാരം, ഗുണാവതാരം, മന്വന്തരാവതാരം, ശക്ത്യാവേശ അവതാരം, ഇങ്ങനെ അത്രയും അവതാരങ്ങളെ കുറിച്ച് ക്ലാസിഫൈ ചെയ്തെങ്കിലും സൂത ഗോസ്വാമി ഇത് എന്ന് പറഞ്ഞ് ഇത് കാറ്റഗറിയിൽ വരുന്ന അവതാരമാണെന്ന് പറഞ്ഞല്ല ഇത് വന്നിട്ട് വിവരിക്കാൻ പോകുന്നത്. 27 ശ്ലോകങ്ങളിൽ വിവിധതരം അവതാരങ്ങളെ കുറിച്ച് വിവരിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ വിവരണം എന്ന് പറയുന്നത്
പേര് മാത്രമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനിയും പല ചാപ്റ്റേഴ്സിലും അല്ലെങ്കിൽ പല ക്യാൻഡോയിലും ഖണ്ഡങ്ങളിലും വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, വിവരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അവതാരങ്ങളെക്കുറിച്ച് മുഴുവനും ഇവിടെ വർണ്ണിക്കുകയില്ല. പേര് മാത്രം പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം പല 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 പിന്നെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ മറുപടിയായിട്ട് ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് ഈ പല അവതാരങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. പ്രഹ്ലാദന് വേണ്ടിയിട്ട് നരസിംഹമൂർത്തി വന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. 7ാമത്തെ ക്യാൻഡോ മുഴുവനേ മിക്കവാറും അതിനു വേണ്ടിയിട്ടാണ്. 9ാമത്തെ ക്യാൻഡോയിൽ രാമചന്ദ്രമൂർത്തിയുടെ അവതാരത്തെക്കുറിച്ച് പറയും. പിന്നെ എന്താണ്, അങ്ങനെ പല അവതാരങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യും, ഭഗവാനെ കുറിച്ച് അടുത്ത ചാപ്റ്റേഴ്സിലെല്ലാം വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ചെറുതായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നമുക്കും ഈ പ്രകാരം അത് എന്ത് ചെയ്യാം, വളരെ ചെറുതായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഓക്കെ. സയേവ പ്രഥമം ദേവ കുമാരം സർഗ ആശ്രിതഃ. 1, 3, 6 നമ്മളിപ്പോൾ വായിക്കുന്നത്. ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാശ്രിതഃ. ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം. ആദ്യത്തെ അവതാരത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? കുമാരന്മാരെ കുറിച്ചാണ് പറയുന്നത്. കുമാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇൻ ദ ബിഗിനിങ് ഓഫ് ക്രിയേഷൻ where there were 4 unmarried sons of Brahma, കുമാരാസ്. സനത് കുമാരന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവര് 5 വയസ്സുള്ള കുട്ടികളായിട്ട് തനിയെ നിലനിൽക്കുമെന്ന് അവരുടെ തന്നെ പ്രതിജ്ഞയാണ്. കാരണം അവർക്ക് ജ്ഞാനമാർഗം, അതായത് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, സെൽഫ് റിയലൈസേഷൻ, ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ പ്രയത്നിച്ചതുകൊണ്ട് അവർക്ക് 5 വയസ്സിന് മേലെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതിക ലോകത്തിന്റെ കാപട്യങ്ങൾ പിടിപ്പെടും അല്ലെങ്കിൽ മായ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് അവര് 5 വയസ്സിന് മേലെ വളരാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവരെ സനത് കുമാരന്മാർ എന്ന് പറയുന്നത്. സനക, സനന്ദ, സനാതന, സനത് കുമാര, ഈ 4 കുമാരന്മാരെയാണ് നാരദ മഹർഷിയുടെ പുത്രന്മാർ, കുമാരന്മാർ എന്ന് പറയുന്നത്. മഹാജനങ്ങളിൽ ഒരു ആള് വന്നിട്ട് ഈ കുമാരന്മാരാണ്. ഓക്കെ. അടുത്ത ശ്ലോകം 7, ശ്ലോക നമ്പർ 7. ദ്വിതീയം തു ഭവായസ്യ രസാതലഗതാം മഹിം ഉദ്ധരിഷ്യൻ ഉപാദത്ത യജ്ഞേശ സൗകരം വപുഹു. സൗകരം വപുഹു എന്താണ്? സൂകരമൂർത്തി. ആരാണ് സൂകരരൂപ? വരാഹമൂർത്തിയെ കുറിച്ചാണ് പറയുന്നത്. The supreme enjoyer of all sacrifices accepted the incarnation of a boar. And for the welfare of the earth, he lifted the earth from the nether regions of the universe. എപ്പോഴാണോ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ആ അസുരൻ, ദിതി മാതാവിൻ്റെയും കശ്യപ മുനിയുടെയും പുത്രന്മാർ 2 പേർ, ആദ്യത്തെ അസുരന്മാർ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. ഹിരണ്യാക്ഷൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഭൂമി ദേവിയെ വന്നിട്ട് കാരണജനത്തിലേക്ക് എന്ത് ചെയ്യുന്നു, തള്ളിയിടുന്നു. ആ ഓഷ്യൻ എന്ന് പറയുന്ന ഭൂമിക്കകത്തുള്ള ഓഷ്യനാണ് എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഭൂമി ദേവിയെ വന്നിട്ട് കാരണശായി ആയിട്ടുള്ള ആ കാരണ സമുദ്രത്തിലേക്കാണ് കൊണ്ടുപോയി തള്ളിയിടുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്നും ഭൂമി ദേവിയെ വന്നിട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആരുടെ രൂപം ധരിച്ചു? സൂകര രൂപം എന്ന് പറയുന്നു. അതായത് ഒരു ബോർ. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഭഗവാൻ വന്നിട്ട് ഈ പന്നിയുടെ രൂപം എടുക്കുമ്പോൾ അത് സാധാരണ പന്നിയല്ല. എന്താണ് സാധാരണ പന്നി ചെയ്യുന്നത്? അതിന് ഭക്ഷണം, എന്താണ് പ്രൊട്ടക്ഷൻ, എന്താണ് പറയുക, നമ്മൾ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇതാണ് സാധാരണ പന്നി ചെയ്യുക. അത് അതിൻ്റെ ശരീരത്തിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നു. ആ ശരീരമല്ല. ഭഗവാൻ വന്നിട്ട് ഒരു പന്നിയുടെ രൂപം എടുക്കുമ്പോൾ അതൊരു ലീലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂമി ദേവിയെ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാനും ഹിരണ്യാക്ഷനെ വന്നിട്ട് എന്ത് ചെയ്യാൻ, വധിക്കാൻ വേണ്ടിയിട്ടുമാണ് ഭഗവാൻ സൂകരരൂപം എടുക്കുന്നത്. ആ സൂകരരൂപം എന്ന് പറയുന്നത് ഒരു സാധാരണ പന്നിയാണെന്ന് വിചാരിക്കരുത്. അത് സാധാരണ പന്നിയല്ല, അത് ഭഗവാൻ വിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ആ പന്നിയുടെ ശരീരം അല്ലെങ്കിൽ സൂകരരൂപം എന്ന് പറയുന്നത് അതീന്ദ്രിയവും, സാധാരണ പന്നിയുടെ ശരീരം എന്ന് പറയുന്നത്
ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണ ജീവാത്മാവിന് കിട്ടുന്ന ശരീരവുമാണ്. ഓക്കെ, അതെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന പലതരത്തിലുള്ള മത്സ്യ, കൂർമ്മ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ ജീവിയുടെ ക്യാരക്ടറിസ്റ്റിക് എടുത്തിട്ട് ഭഗവാൻ വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഗുണങ്ങൾക്ക് വന്നിട്ട് ഭഗവാൻ വന്നിട്ട് എന്താകുന്നില്ല, അതിനകത്ത് അടിമപ്പെട്ടു പോകുന്നില്ല. പന്നി എന്ന് പറയുന്നത് ഈ ഒരു തമോ ഗുണത്തിൽ കഴിയുന്ന ഒരു ജീവി ആയതുകൊണ്ട് ഭഗവാൻ പന്നിയായി വരുമ്പോൾ തമോ ഗുണത്തിന് അടിപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഭഗവാൻ സൂകരവേഷം എടുക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക ലീലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂമി ദേവിയെ ആ നെഫേരിയർ പ്ലാനറ്റുകളിൽ നിന്ന്, അതായത് കാരണ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വന്നിട്ട് തൻ്റെ തേറ്റമേൽ ഭൂമിദേവിയെ പ്രതിഷ്ഠിച്ച് ഭഗവാൻ നിൽക്കുമ്പോൾ ആ രൂപത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒരുപാട് ഋഷിമാരുണ്ട്. ഒരു സാധാരണ പന്നിയാണെങ്കിൽ അങ്ങനെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തത് 8ാമത്തെ ശ്ലോകം. തൃതീയം ഋഷിസർഗം വൈ ദേവർഷിത്വം ഉപേത്യ സ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. എന്താണ് പറയുന്നത്? തൃതീയം ഋഷിസർഗം വൈ ദേവർഷിത്വം ഉപേത്യ സ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. 4th ശ്ലോക, 8th ശ്ലോക. തൃതീയാം ഋഷിസർഗം വൈ ദേവർഷിത്വം ഉപേത്യ സ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. എന്താണ് പറയുന്നത്? അടുത്ത അവതാരത്തിന്റെ പേര് ഇത് വന്നിട്ട് സീരീസ് ആയിട്ട്, അതായത് ഇന്ന അവതാരം ഫസ്റ്റ്, ഇന്ന അവതാരം സെക്കൻഡ്, ഇന്ന അവതാരം തേർഡ്, അങ്ങനെ അല്ല. സൂതഗോസ്വാമി വിവരിക്കുകയാണ് ഇത്ര അവതാരങ്ങളെ. ഋഷിമാരുടെ സഹസ്രവർഷത്തിൽ ദേവന്മാരിൽ ശ്രേഷ്ഠ ഋഷിയായ ദേവർഷി നാരദന്റെ രൂപത്തിൽ ഭഗവാൻ 3ാമത്തെ അവതാരം എടുത്തു. ഈ 3ാമത്തെ അവതാരം എന്ന് പറയുന്നത് ഈ സീരീസ് ആയിട്ടുള്ള അവതാരമാണെന്നല്ലേ. ഇവിടെ സൂതഗോസ്വാമി പറയുന്ന അവതാരങ്ങളിൽ 3ാമത്തെ ആൾ പേര് എന്താണ്? നാരദമുനി. നാരദമുനിയും ഭഗവാന്റെ അവതാരങ്ങളാണ്. എന്ത് അവതാരം? ശക്തിയാവേശ അവതാരം. നാരദമുനി ഒരു ജീവാത്മാവാണ്. ആ ജീവാത്മാവിന് അത്രയും പവർഫുൾ ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ശക്തിയാവേശമാണ്. അതുകൊണ്ടാണ് ഭക്തിയുത സേവനത്തെയും നൈഷ്കർമ്മത്തെയും വിശദീകരിക്കുന്ന വേദതന്ത്രങ്ങളെ അദ്ദേഹം സംഭരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് അത് വന്നതും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാരദമുനി ആദ്യത്തേത് എന്ത് പറഞ്ഞു? കുമാരന്മാരെ കുറിച്ച് പറഞ്ഞു. 2ാമത്തേത് വരാഹമൂർത്തിയെ കുറിച്ച് പറഞ്ഞു. 3ാമത്തേത് നാരദമൂർത്തിയെ കുറിച്ച്, നാരദ മഹർഷിയെ കുറിച്ച് പറഞ്ഞു. ഇനി 9. തുര്യേ ധർമ്മകലാ സർഗേ നരനാരായണ ഋഷി ഭൂത്വാത്മോപശമോപേതം അകരോത് ദുശ്ചരം തപഃ. തുര്യേ ധർമ്മകലാ സർഗേ നരനാരായണോ ഋഷി ഭൂത്വാ ആത്മോപശമോപേതം അകരോത് ദുശ്ചരം തപഃ. എന്താണ്? വളരെ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് ഭഗവാന്റെ അവതാരങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് നരനാരായണ ഋഷി. അവരാരാണ്? യജ്ഞ എന്ന് പറയുന്ന ഭഗവാന്റെയും ദക്ഷിണ, യജ്ഞയുടെ ഭാര്യയാണ് ദക്ഷിണ. യജ്ഞത്തിന്റെ ഭാര്യയാണ് ദക്ഷിണ. അപ്പൊ യജ്ഞപുരുഷന്റെയും ദക്ഷിണയുടെയും മക്കളായിട്ട് ജനിച്ചവരാണ്. 12th 11th ക്യാൻറ്റോയിൽ ഇവരെ കുറിച്ച് വളരെ കാര്യമായിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് നരനാരായണ ഋഷിമാരെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഇപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളിൽ വേറെ ഒരു ശക്തിയാവേശ അവതാരത്തെ കുറിച്ചാണ് നരനാരായണ ഋഷി എന്ന് പറയുന്നത്. നാരദ മഹർഷിയെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ നരനാരായണ ഋഷിയെ കുറിച്ച് പറഞ്ഞു. എന്താണ്? എക്സംപ്ലറി ഫിനാൻസസ് ടു കൺട്രോൾ ദ സെൻസസ്. ഭഗവാൻ വന്നിട്ട് ഈ ഒരു അവതാരം എടുത്തിട്ട് തപശ്ചര്യ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അടുത്ത ഒരു ശ്ലോകം കൂടി വായിച്ചിട്ട് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 10th ശ്ലോക. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാച സൂരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാച സൂരയേ സംഖ്യം തത്വഗ്രാമ വിനിർണയം. എന്താണ്?
കപില ഭഗവാൻ അടുത്ത അവതാരത്തിന്റെ പേരാണ് സൂത ഗോസ്വാമി പറയുന്നത്. എന്ന നാമധേയത്തോടു കൂടിയ 5ാം അവതാരം പൂർണ്ണ അഭിജ്ഞമായ ജീവാത്മാക്കളിൽ ഉത്കൃഷ്ടനാകുന്നു. സൃഷ്ടി ഘടക പദാർത്ഥവും അതിഭൗതിക ശാസ്ത്രവും സംബന്ധിച്ച ജ്ഞാനം ആസുരി ബ്രാഹ്മണന് അദ്ദേഹം നൽകി. കാലക്രമേണ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു. എന്താണ്? The 5th incarnation, named Lord Kapila, is foremost among perfected beings. He gave an exposition of the creative elements and metaphysics to Asuri Brahmana. For in course of time, this knowledge had been lost. Sankhya philosophy. ഇതിനെക്കുറിച്ചും നമ്മൾ എന്ത് പറയും? അടുത്ത 3ാമത്തെയും 4ാമത്തെയും ഒക്കെ ക്യാൻറ്റോസിൽ വന്നിട്ട് സാഖ്യ ഫിലോസഫിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ നമുക്കിത് വിവരിക്കാം. സാഖ്യ ഫിലോസഫിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഭഗവാന്റെ അവതാരമായ കപിലമുനിയാണ്. അദ്ദേഹം സ്വന്തം മാതാവായ ദേവഹൂതിക്ക് കൊടുത്ത ഉപദേശങ്ങൾ നമ്മൾ കപിലമുനിയുടെ ഉപദേശങ്ങൾ എന്ന പേരിൽ കേൾക്കും. ഭൗതികമായിട്ടുള്ള പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവാണ് ഈ സാഖ്യ ഫിലോസഫി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതായത് ആ അവതാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് വിശദമായി കേൾക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് 10 ശ്ലോകങ്ങൾ കണ്ടു. എന്താണ് ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ കണ്ടത്? പുരുഷ അവതാരങ്ങളെക്കുറിച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ ലീലാവതാരങ്ങളെക്കുറിച്ച് 6 മുതലുള്ള ശ്ലോകങ്ങളിൽ ലീലാവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. വിവിധ തരത്തിലുള്ള അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. എല്ലാം വന്നിട്ട് ക്രമമായിട്ട് ഇന്ന കാറ്റഗറിയിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടല്ല ആര് പറയുന്നത്? സൂത ഗോസ്വാമി പറയുന്നത്. അവര് ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതൊക്കെയാണ് ഭഗവാന്റെ വിവിധ തരത്തിലുള്ള അവതാരങ്ങൾ. അപ്പം നമ്മൾ വരാഹമൂർത്തിയെക്കുറിച്ച് കേട്ടു, നരനാരായണ ഋഷിയെക്കുറിച്ച് കേട്ടു, കപില മുനിയെക്കുറിച്ച് കേട്ടു, നാരദ മുനിയെക്കുറിച്ച് കേട്ടു. പിന്നെ ആരാണ്? കുമാരന്മാരെ കുറിച്ച് കേട്ടു. അങ്ങനെ അത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി, അതായത് 11ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ.